PV Anwar MLAക്ക് മറുപടി നൽകാൻ രാഷ്ട്രീയ വിശദീകരണ യോഗവുമായി CPM വരുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മഞ്ചേരിയിൽ ഇന്നലെ ജസീല ജംഗ്ഷനിൽ കണ്ട PV Anwariന്റെ രാഷ്ട്രീയ സമ്മേളനത്തിലുള്ള മറുപടിയുമായി CPM വരുന്നത് മലപ്പുറത്താണ് കേട്ടോ. മലപ്പുറത്ത് ചന്തക്കുന്നിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നടക്കും. യോഗത്തിൽ KT ജലീൽ MLAയും പങ്കെടുക്കും. പോളിറ്റ് ബ്യൂറോ മെമ്പറെ തന്നെ നേരിട്ട് രംഗത്തിറക്കി KT ജലീലിനെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന വിശദീകരണ യോഗം തീർച്ചയായും PV Anwariനുള്ള മറുപടിയായിരിക്കും. മാത്രമല്ല KT ജലീൽ ഈ മതഫത്വ ഇറക്കി സ്വർണ്ണക്കടത്ത് നിരോധിക്കണം തുടങ്ങിയ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. ലീഗിനെതിരെ KT ജലീൽ ആഞ്ഞടിക്കാനുള്ള സാധ്യതയുമുണ്ട്. PV Anwariനെതിരെയും ഒരുപക്ഷെ KT ജലീൽ സംശയത്തിൻ്റെ മുന നീട്ടിയേക്കാം. അങ്ങനെയാണെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ആയിരിക്കും. നമുക്കതും തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യാം. എല്ലാവരും കാണട്ടെ. VS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. VS രഞ്ജിത്ത്, നിലമ്പൂർ ചന്തക്കുന്നിലാണ് PV Anwar തുടങ്ങിയത്. മറുപടിയായി അവിടെ സ്വരാജയ്ക്ക് എത്തിയെങ്കിലും അതൊന്നും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. ഇന്നിപ്പോൾ മലപ്പുറം ചന്തക്കുന്നിലെ രാഷ്ട്രീയ വിശദീകരണം ഗൗരവത്തോടു കൂടിയാണ് CPM എടുക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അത് വിജയരാഘവൻ തന്നെ എത്തുന്നു. മാത്രവുമല്ല KT ജലീലും സാന്നിധ്യവും അവിടെയുണ്ട്. ഏതൊക്കെ വിഷയങ്ങളിൽ മറുപടി പറയാനാണ് CPM ഇന്ന് ശ്രമിക്കുക? VS രഞ്ജിത്ത്. ഡോക്ടർ PV Anwariനെ പ്രതിരോധിക്കാൻ CPM ആദ്യം ഉന്നയിച്ച ആരോപണം സ്വർണ്ണക്കടത്ത് ബന്ധമായിരുന്നു. PV Anwariന്റെ സ്വർണ്ണക്കടത്ത് ബന്ധം. പക്ഷെ അത് പിന്നീട് മലപ്പുറത്തിനും ഒരു സമുദായത്തിനും എതിരെയാണ് എന്ന മട്ടിൽ വ്യാഖ്യാനങ്ങൾ വന്നു. അതുപോലെ തന്നെ കാന്തപുരം വിഭാഗവും EK വിഭാഗവും സുന്നിയും ഒക്കെ അതിനെ പ്രതികരിച്ചു. അപ്പോൾ ആ ആരോപണം PV Anwariനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണെങ്കിലും കള്ളക്കടത്ത് ആരോപണം ഉന്നയിച്ചത് തിരിച്ചടിയായി എന്നുള്ളതാണ്. പിന്നീട് പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുമായും STPയുമായിട്ടൊക്കെയാണ് അൻവറിന് കൂട്ടുകെട്ടുള്ളത്. അൻവറിൻ്റെ പരിപാടിയിൽ ആൾ കൂടുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കാരും STPഐക്കാരും ആണ് എന്നുള്ളതാണ്. പക്ഷേ അൻവർ അതിനെ പ്രതിരോധിക്കാൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അത്രത്തോളം ജമാഅത്തെ ഇസ്ലാമിക്കാരുമൊന്നും ഇല്ലല്ലോ എന്നുള്ള മട്ടിലാണ്. ഏതായാലും ആ സമ്മേളനങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയും STPയും ഉണ്ടോ എന്നുള്ളതല്ല. ജമാഅത്തെ ഇസ്ലാമിയും STPയും ഒക്കെ മുന്നോട്ട് വെക്കുന്ന മലപ്പുറം വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അൻവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ന്യൂനപക്ഷ രാഷ്ട്രീയമാണ് അൻവർ മുന്നോട്ട് വെക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിനൊരു മറുപടിയായിട്ടാണ് KT ജലീൽ രംഗത്തിറങ്ങുന്നത്. KT ജലീൽ ഇന്നലെ കുറച്ച് കടത്തി പറഞ്ഞു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി പറഞ്ഞതിനേക്കാൾ കൂടുതൽ പറഞ്ഞു. ഒരു മതഫത്വ എന്ന രീതിയിൽ തന്നെ ഇറക്കി കള്ളക്കടത്തിനെ നിരോധിക്കാൻ നിയന്ത്രിക്കാനുള്ള നടപടി മുസ്ലിം സാമുദായിക നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ടാവണം എന്നൊക്കെ KT ജലീൽ പറയുമ്പോൾ മലപ്പുറത്തുകാർ അതെങ്ങനെ സ്വീകരിക്കും എന്നുള്ളതാണ്. KT ജലീൽ പറയുന്നത് വാസ്തവമാണോ അല്ലയോ എന്നതിനേക്കാൾ കൂടുതൽ മതം തൊട്ട് കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വലിയ വിഷയമായിട്ട് മാറും. PV Anwariനെ പ്രതിരോധിക്കാൻ KT ജലീലിനെ ഇറക്കുമ്പോൾ KT ജലീൽ പറയുന്നത് പ്രതിരോധിക്കാൻ CPMന് സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. ഏതായാലും PV Anwar ഉന്നയിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങളിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഭരണവിരുദ്ധ വികാരമാണ്. മറ്റൊന്ന് മലപ്പുറത്ത് മറുപടി പറയേണ്ട പ്രധാനപ്പെട്ട വിഷയം CPM RSS ബന്ധത്തെക്കുറിച്ചാണ്. CPM ഒരു ന്യൂനപക്ഷ വിരുദ്ധ പാർട്ടിയാണ് എന്നുള്ള വ്യാഖ്യാനത്തെക്കുറിച്ചാണ്. അപ്പോൾ ന്യൂനപക്ഷ വിരുദ്ധമായി CPMനെ ചിത്രീകരിക്കുന്നതിൽ ഒരു മറുപടി എന്ന രീതിയിലായിരിക്കും KT ജലീൽ തന്നെ രംഗത്തെത്തുക. പാർട്ടി കാര്യങ്ങൾ പറയാൻ വിജയരാഘവനും ഉണ്ടായിരിക്കും. ചന്തക്കുന്നിൽ ഇന്ന് വൈകിട്ട് PV Anwariന്റെ പുതിയ പാർട്ടി പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ ആ പാർട്ടിയെക്കുറിച്ചുള്ള നിലപാടുകളും ഒക്കെ പറയാൻ സാധിക്കും. ഏതായാലും പ്രതിപക്ഷത്തോടൊപ്പം ചേരാതെ സ്വതന്ത്രനായി നിൽക്കുന്ന PV Anwar ഇപ്പോഴും കരുത്തനാണ്. ഇപ്പോഴും പാർട്ടിക്ക് പ്രതിരോധിക്കേണ്ട ഒരു നേതാവാണ്. പ്രതിപക്ഷത്തോടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ CPMന് കാര്യങ്ങൾ വളരെ എളുപ്പമാവും. ഓക്കെ, VS രഞ്ജിത്താണ് റിപ്പോർട്ട് നൽകിയത്. വളരെ പ്രധാനപ്പെട്ട വാർത്ത. A വിജയരാഘവനും KT ജലീലും പങ്കെടുക്കുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗം മലപ്പുറം ചന്തക്കുന്നിലാണ് നടക്കുക. ഇന്ന് വൈകിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. CPM PV Anwariന് മറുപടിയുമായി CPM നേരിട്ട് തെരുവുകളിലേക്ക് ഇറങ്ങുകയാണ്. മാത്രമല്ല KPCC ഈ വിഷയത്തിൽ PV Anwar ഉയർത്തിയ ആരോപണങ്ങളടക്കം മലപ്പുറം പരാമർശമടക്കം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മണ്ഡലം തലത്തിലുള്ള ക്യാമ്പുകളും പ്രചരണ യോഗങ്ങളും ഒക്കെ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് തെരുവുകൾ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ കൊണ്ട് നിറയാൻ പോകുന്നു. തെരുവുകളേക്കാൾ കൂടുതൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് ആളുകൾ ഇപ്പോൾ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളൊക്കെ അറിയുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്.